സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് വ്യക്തമാകുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ നിർണായകമായ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2019 സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെത്തിച്ചത് കാലപ്പഴക്കമില്ലാത്ത ദ്വാരപാലക ശില്പത്തിലെ പാളി എന്നാണ് പങ്കജ് ഭണ്ഡാരി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയത്. മുമ്പ് സ്വർണം പാകിയ പാളികളല്ല കൊണ്ടുവന്നത് എന്നും ഭണ്ഡാരി മൊഴി നൽകിയിട്ടുണ്ട്. ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളി മറിച്ചു വിറ്റതാകാമെന്ന സംശയത്തിലാണ് ദേവസ്വം വിജിലൻസ് SP. കഴിഞ്ഞ ദിവസമാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയത്. 1998 വ്യവസായി വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ ദ്വാരപാലക ശില്പത്തിൽ ചെമ്പു തെളിഞ്ഞെന്ന് പറഞ്ഞ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചായിരുന്നു സ്വർണം പൂശിയത്. എന്നാൽ അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് മുൻ സ്വർണം പാകിയ പാളികളല്ല എന്ന് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി നിർണായകമാണ്. ഇങ്ങനെയെങ്കിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ പാളി എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതേസമയം വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. റിപ്പോർട്ടിന്റെ കോപ്പി ദേവസ്വം ബോർഡിനും സർക്കാരിനും സമർപ്പിക്കും. റിപ്പോർട്ട് കോടതി പരിശോധിച്ച ശേഷം ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനത് കൈമാറും. അതിനിടെ മണ്ഡലകാലത്തിന് മുൻപ് സ്വർണം പൂശാനുള്ള തീരുമാനം ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉപേക്ഷിച്ചു. ശ്രീകോവിലിന്റെ വാതിലും പടവുകളിലെ പാളികളും സ്വർണം പൂശാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ തീരുമാനം ഉപേക്ഷിക്കുകയാണ്.